ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് നോട്ടും ഹാസ് നോട്ടുമാണ്. എന്നാൽ ചെയ്തില്ല അല്ലെങ്കിൽ കഴിച്ചില്ല, പോയില്ല ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡിൻ്റ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. അതായത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാവോ ഹാസോ യൂസ് ചെയ്യരുത്, ഡിഡ് നോട്ട് എന്ന് യൂസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്കിന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളത് ഓൺ ദ സ്പോട്ടിൽ പറയുകയാണ്. എന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ല, അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഡിഡ് നോട്ട് ഈറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ അതിനെ ഷോർട്ടാക്കി പറയുമ്പോഴാണ് നമ്മൾ ഐ ഡിഡ്ന്റ് ഈറ്റ് ഫുഡ് എന്ന് പറയേണ്ടത്. നെക്സ്റ്റ്, എന്നെ അവൻ വിളിച്ചില്ല. എന്നെ അവൻ വിളിച്ചില്ല, അതായത് എല്ലാവരും വിളിയും കഴിഞ്ഞിട്ടുണ്ട്, എന്നെ അവൻ വിളിച്ചില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഈ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഡിഡിൻ്റ് എന്നാണ്. ഇങ്ങനെ പറയും, ഹി ഡിഡിൻ്റ് കോൾ മീ. ഹി ഡിഡിൻ്റ് കോൾ മീ, അവൻ എന്നെ വിളിച്ചില്ല. ഇവിടെ ഡിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെർബ് V1 ഫോമിലായിരിക്കണം. ഹാവാസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെർബ് V3 ഫോമിലായിരിക്കണം. ഇതും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹി ഡിഡിൻ്റ് കോൾ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ വിളിച്ചില്ല. നെക്സ്റ്റ് നോക്കൂ, അവൾ എന്നോട് പറഞ്ഞില്ല. അവൾ എന്നോട് പറഞ്ഞില്ല. ഇതും ഒരു കഴിഞ്ഞു പോയ സാഹചര്യമാണല്ലോ. അവൾ എന്നോട് പറഞ്ഞില്ല. ഷീ ഡിഡിൻ്റ് ടെൽ മീ. ഷീ ഡിഡ് നോട്ട് ടെൽ മീ, അവൾ എന്നോട് പറഞ്ഞില്ല. അതിനെ ഷോർട്ടാക്കുമ്പോൾ ഷീ ഡിഡിൻ്റ് ടെൽ മീ, അവൾ എന്നോട് പറഞ്ഞില്ല. ക്ലിയർ? നെക്സ്റ്റ്, ഇന്നലെ ഞാൻ ഓഫീസിൽ പോയില്ല. ഇന്നലെ ഞാൻ ഓഫീസിൽ പോയില്ല. ഇവിടെയും കഴിഞ്ഞു പോയ കാര്യമാണ്. ഇന്നലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ ഡിഡിൻ്റ് ഗോ ടു ഓഫീസ് യെസ്റ്റർഡേ. ഐ ഡിഡിൻ്റ് ഗോ ടു ഓഫീസ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഓഫീസിൽ പോയില്ല. വേറൊരു സെൻറ്റൻസ് നോക്കൂ, വിലാസിനി പത്രം വായിച്ചില്ല. വിലാസിനി പത്രം വായിച്ചില്ല. എങ്ങനെ പറയാ? വിലാസിനി എന്ന് പറയുന്നൊരു നെയിം ആണല്ലേ. വിലാസിനി ഡിഡിൻ്റ് റീഡ് ദ ന്യൂസ് പേപ്പർ. വിലാസിനി ഡിഡ് നോട്ട് റീഡ് ദ ന്യൂസ് പേപ്പർ. വിലാസിനി പത്രം വായിച്ചില്ല. നെക്സ്റ്റ്, ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചില്ല. ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചില്ല. ഇവിടെ സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല കേട്ടോ. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡ് നോട്ട് എന്ന് തന്നെയാണ്. അപ്പം വി ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ ഫ്രം ദർ. ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചില്ല. അപ്പം അതിനെ ഷോർട്ടാക്കി പറയുമ്പോൾ വി ഡിഡിൻ്റ് ഡ്രിങ്ക് ടീ ഫ്രം ദർ. ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തില്ല, പറഞ്ഞില്ല, കുടിച്ചില്ല, കഴിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡ് നോട്ട് എന്നാണ്. ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, വന്നിട്ടില്ല, പോയിട്ടില്ല, വാങ്ങിയിട്ടില്ല ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് നോട്ട് ഓർ ഹാസ് നോട്ടാണ്. സബ്ജക്റ്റിനനുസരിച്ച് മാറി വരും. ഡിഡ് നോട്ട് സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യുന്നത് ഓൺ ദ സ്പോട്ടിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഡിഡ് എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.